നരഘോഷി അങ്ങനെ ഒരു വാക്കുണ്ടോ? ഇതറിഞ്ഞൂടെ? ഇതൊക്കെ എന്താണ്? അത് രാജമാണിക്യത്തില് ഇംഗ്ലീഷ് അറിയാത്ത മമ്മൂക്ക് അൺകോൺഷ്യസ് ആവുന്നതിന് പറഞ്ഞതാ. മമ്മൂക്ക പറഞ്ഞതായതുകൊണ്ട് നമ്മൾ ഈ വാക്ക് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അത് ഹോംവർക്ക് എനിക്ക് അലർജിയാ. സെയിം പിച്ച്. പിഞ്ച് കുഞ്ഞായിരുന്നല്ലേ? ഞാൻ ഹോംവർക്ക് ചെയ്യാറില്ലായിരുന്നു. പിന്നെ ചുമ്മാ ക്ലാസ്സിൽ നമ്പർ 1 സ്റ്റുഡൻ്റ് ആയിരുന്നോട് ടീച്ചേഴ്സ് ഒന്നും പറയില്ല. പക്ഷേ നമ്മൾ 8ാം ക്ലാസ് എത്തിയ സമയത്ത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാറ് വന്നു. ആളെല്ലാവർക്കും പേടിയായിരുന്നു. അപ്പോൾ ഹോംവർക്ക് ചെയ്യാണ്ട് ആളെ പറ്റിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഹോംവർക്ക് ചെയ്തു. ഓർമ്മ വെച്ചതിന് ശേഷം ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഭയങ്കര അഹങ്കാരമായിരുന്നു. ശരിക്കും എൻ്റെ വീട് സ്കൂളിൻ്റെ തൊട്ടടുത്തായിരുന്നു. അതായത് നമ്മുടെ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇക്കയുടെ കടയിൽ പോകുന്ന അത്ര ദൂരമേ ഉള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വരുന്ന സമയത്താണ് ഉച്ചയ്ക്ക് ശേഷമുള്ള ബുക്സ് എടുത്തുകൊണ്ട് പോവുക. അന്ന് ഈ ഹോംവർക്കിൻ്റെ ബുക്ക് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിങ്ങനെ കളിച്ച് കയ്യിൽ വെച്ച് ഇങ്ങനെ കറക്കിയൊക്കെ പോകുന്ന വഴിക്ക് കയ്യിൽ നിന്ന് തെറ്റി അത് ഓടയിൽ വീണു. അയ്യോ. ചെന്ന് നോക്കിയപ്പോഴത്തേക്കും കണ്ണടച്ച് തുറക്കുന്ന വിധത്തിൽ പോയി. അടിപൊളി അടിപൊളി. അന്ന് എനിക്ക് എന്നും ഇല്ലാത്ത ടെൻഷനായിരുന്നു. എല്ലാവരും ഹോംവർക്ക് ചെയ്ത് നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോഴും ഞാനിങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കാം. ഞാൻ ഹോംവർക്ക് അങ്ങനെ ചെയ്യാറില്ലല്ലോ, അതുകൊണ്ട് ആരും എന്നെ വിശ്വസിച്ചില്ല. ക്ലാസ്സിലെ ക്ലാസ് ലീഡർ പോലും എന്നെ ഒന്നും സപ്പോർട്ട് ചെയ്തില്ല. സാറ് ഒന്ന് ഹോംവർക്ക് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ വരയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് കാര്യം പറയാൻ പറ്റണില്ല, വിക്കിയിട്ട് വല്ലാത്തൊരവസ്ഥ. അത് കഴിഞ്ഞിട്ട് ഈ കനമുള്ള ചൂരിലുകൊണ്ട് അടി പെട്ടപ്പെട്ടുന്നു. അന്ന് തുടങ്ങിയതായി വിക്ക്. സോറി അളിയാ, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ. ഇനി മുതൽ ഞാൻ തന്നെ ഒരിക്കലും വിക്കി കൗശൽ എന്ന് വിളിച്ച് കളിയാക്കില്ല. ഒന്ന് പോയടാ, മറ്റൊരു സാധാവോ. അല്ല, എന്നാലും എന്നാ സാറ് നിന്നോട് കാണിച്ച അക്രമം അതോർക്കുമ്പോൾ എനിക്ക് ഇനി മുതൽ ഞാൻ നിന്നെ വിക്രമാനെ വിളിക്കും. വിക്രമൻ. പരാക്രമം. ചാടി. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോ എവിടെയാ? പെട്രോളൊക്കെ അടിച്ചു. ഞാൻ ഈ ചായക്കട കണ്ടപ്പോ ഇവിടെ നിർത്തിയതാ. താൻ ഈ സമയത്ത് തട്ടിയായൊന്നും കുടിച്ചാണല്ലോ. താങ്ക് യു. അതെ, പെട്ടെന്ന് ഒന്ന് ഒരു കാര്യം കാണിച്ചു തരാം. ഓക്കെ. എന്തേ ഫോട്ടോ എടുക്കുന്നില്ലേ? ഈ മൊമെന്റിന്റെ ഭംഗിയൊന്നും ക്യാമറയിൽ പതിയില്ല. നല്ല ഊള ചായ. നമുക്ക് അവിടെ ഒരു ഫ്ലാറ്റ് മേടിച്ചാലോ? ഒരു ചെറിയ ഫ്ലാറ്റ് ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടുള്ളൂ. ചോദിച്ചു നോക്കാം. വെറുതെ ചോദിച്ചോക്കാം. ഒരു രക്ഷയില്ല. എടാ, നമുക്ക് അവരെ വിളിച്ച് എണീപ്പിച്ചാലോ? അവന്മാരങ്ങനെ ഉറങ്ങണ്ട. വാ. ലക്കിയില്ലേ? എവിടെ പോയി? ഓടിപ്പോയി. കാക്ക മലർന്നു ഉറക്കമല്ല, ഇത്ര നേരത്തെ എണീറ്റാ? അതിന് ഞങ്ങൾ ഉറങ്ങിട്ട് വേണ്ടേ? അപ്പൊ നിങ്ങൾ ഉറങ്ങിയില്ലേ? നിങ്ങൾക്ക് എന്തായിരുന്നു പരിപാടി? ഞങ്ങളെ ഓർമ്മകൾ അയവർക്കായിരുന്നു. ഇടിയായി ചിക്കൻ പറ്റി. എന്നോട് എല്ലാ കളിയിലും തോറ്റേനെ വിഷമിച്ചിരിക്കാൻ. നിങ്ങളത് സില്ലി പീപ്പിൾസ് ആണ്. എന്തായാലും നട്ടപ്പാതിരിക്ക് നടുറോട്ടിലെ ഡാൻസും കളിച്ച് ഫോട്ടോസ് എടുത്ത് അത്രയ്ക്ക് സില്ലല്ല. അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? കുറ്റി ഇൻസ്റ്റാഗ്രാമിലുണ്ടോ?
എല്ലാം ഈ പാം റീഡർ ലക്കി കാരണമാണ്. ആര്? പാം റീഡർ അത് പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മൈ ഡിപ്ലോമ ഇൻ പാം റീഡിംഗ് ആൻഡ് എക്സ്പെരിമെന്റ്സ് എവിടുന്ന് ഫ്രം ഉഡായ്പ യൂണിവേഴ്സിറ്റി. നീ ഇത് പിടിച്ചടാ. ഇന്ന് മട്ടനാണെന്ന് തോന്നുന്നു. ആ മട്ടനാണ്. എക്സാക്ട്ലി.